ഹലോ ഗായ്സ്, ഞാനിപ്പോൾ അമ്മാമ്മേൻ്റെ വീട്ടിലാണുള്ളത്. അമ്മാമ്മേൻ്റെ വീട്ടിൽ കുറച്ച് ഫിഷ് ഉണ്ട്, നമുക്ക് കണ്ടാലോ. Come on guys, come on guys. ഇതിൽ പ്രസവിച്ച കുഞ്ഞു മക്കളാണ്. നമ്മളിതിൽ പായലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കൂ ഗൈസ്, കുറേ എണ്ണം ഉണ്ട്. ഇതിനെക്കാട്ടും ചെറുത് വേറെ കുറേ എണ്ണം ഉണ്ട്. ഗൈസ്, ഇന്ന് രാവിലെ പ്രസവിച്ച കുഞ്ഞു കുട്ടികളാണ്. വീഡിയോ കാണുമെന്ന് അറിയില്ല, ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ബാ ഗൈസ്. കാണൂല ഗൈസ്, കണ്ടുകൊണ്ട് ചെറുതിനകത്ത് ഞങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതേപോലത്തെ ഗോൾഡിൻ്റെ കളേഴ്സിന് കുറേ ഫിഷ് ഉണ്ട് ഇവിടെ. ചെറുതാണ് ഗൈസ്, ഇത് ചെറുതാണ്. സോ ക്യൂട്ട്. നമ്മൾ ഗപ്പീനെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ഗപ്പി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ബ്രീഡിംഗ് കേജ് പോലത്തെ ഈ ഒരു നെറ്റ് ഇട്ടിട്ടാണ് എപ്പോഴും ഗപ്പീനെ ഇടാവും. കാരണം വെച്ചാൽ ഗപ്പി പ്രസവിക്കുകയാണ് ചെയ്യുക, മുട്ടയിടല്ല ചെയ്യുക. പ്രസവിക്കുന്ന സമയത്ത് കുട്ടികളെ ഗപ്പി തന്നെ, അമ്മ ഗപ്പി തന്നെ തിന്ന് കളയും. അപ്പോൾ ഇതുപോലത്തെ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ചെറിയ ഹോളിലൂടെ ഗപ്പി കുട്ടികൾക്ക് അടിയിലോട്ട് പോയി അമ്മയ്ക്ക് ഗപ്പീനെ കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളുടെ കൗണ്ട് കിട്ടും. ഇതിൻ്റെ കുഞ്ഞു ഫിഷുകളെ കാണുന്നുണ്ടോ ഗൈസ്? എല്ലാ മീനെയും നമ്മൾ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഫിഷുകൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ അമോണിയായിട്ട് മാറുകയും അത് ഗപ്പിക്ക് ദോഷകരവുമാണ്. പക്ഷെ അതിനാണ് നമ്മൾ ഈ പായൽ ചെടികളൊക്കെ ഇട്ട് കൊടുത്തത്. ഈ അമോണിയൊക്കെ ഈ പായൽ ചെടികൾ വലിച്ചെടുക്കും. എന്നായിരുന്നാൽ പോലും അധിക വേസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ട്യൂബ് ഉപയോഗിച്ച് വേസ്റ്റുകൾ മാത്രം പുറത്തോട്ട് കളയുകയും കുറച്ച് വെള്ളം കളയുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയ വെള്ളം ആഡ് ചെയ്യുകയും ചെയ്യാം. ഒരിക്കലും നമ്മൾ പൂർണ്ണമായും ടാങ്ക് വറ്റിച്ചിട്ട്
പുതിയ വെള്ളത്തിലേക്ക് ഗപ്പിയിലിടുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ട് ഗപ്പി ചത്തുപോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ഇവിടെ നിറച്ച് വേസ്റ്റ് അല്ലേ കാണുന്നുണ്ടോ? ഇവിടെ വെച്ച് ഓക്കെ. ഓക്കെ നോക്കി വേസ്റ്റ് അല്ല ഇവിടെയുള്ള വേസ്റ്റ് നോക്കുമ്പോൾ അവിടെ അടിക്കുക. അവിടെ നമുക്ക് വേസ്റ്റ് കാണാം. ഈ ഒരു വേസ്റ്റ് മാത്രം നമുക്കിങ്ങനെ സക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അധികം വെള്ളം പോകത്തുള്ളൂ. അവിടെ നോക്കി വേസ്റ്റ് വരുന്നുണ്ടോ? ഗായ്സ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു കുട്ടീനെ കിട്ടി ഗായ്സ്. എല്ലാം ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ ഏതോ ഒരു കുട്ടി ചെറുങ്ങനെ ഗർഭിണിയായിരുന്നു. ഒരു വേസ്റ്റെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് ഒഴിവാക്കുള്ളൂ. വേറെ കൈ കൊണ്ടെടുത്ത് ഒഴിവാക്കാൻ നമ്മൾ ഒരിക്കലും പാടില്ല. ഇപ്പം ചത്തു പോകാൻ ഒരു ചാൻസാണ്. ഇതൊന്നും അല്ല ഗൈസ് കളക്ഷൻ, മേലെ ഉണ്ട് ഇനിയും കളക്ഷൻ. നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം. ബാ ഗൈസ്, അടിച്ചു കയറി ബാ. ചെടി മാത്രമല്ല ഗൈസ് വെള്ളത്തിലുള്ളത്, മീനുമുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഗൈസ് എന്ത് ഭംഗിയാ. സക്കോർത്തിലും കുറെ മീനുകളുണ്ട്.
ഇവിടെ ഇതിനകത്ത് പൂപ്പൽ ചെന്നൊരു സക്കർ കാറ്റ് എന്ന് പറയുന്ന ഒരു ഫിഷ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫുഡ് കൊടുക്കാനെന്നാണ് വരികയത്. മേലോട്ട് എല്ലാവരും അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പൊങ്ങി വരികയാണ്. ഫുഡ് കൊടുക്കാനാണെന്ന് അവരെ വിചാരം. ബ്രീഡിംഗ് കേജ് സെറ്റാക്കിയതാണ് ഗൈസ്. ഇപ്പോൾ അതിലേക്ക് കുറച്ച് പായലുകൾ ഇടണം. നമ്മളോട് കണ്ടീഷൻ ചെയ്ത് വെച്ച കുറച്ച് നല്ല പായലുകളാണ്. പെട്ടെന്ന് ജനിച്ചപാടുള്ള കുട്ടികൾക്ക് ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള നല്ല ക്വാളിറ്റി പായലുകളാണ്. ഇത്തരത്തിലാണ് നമ്മൾ സെക്കൻഡാണ് ഗപ്പി ഉള്ളത്. അതിന് മാത്രം നമ്മൾ ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഫിഷ് ഉണ്ട്, അതിനെ നമ്മൾ മാറ്റാൻ പോകുന്നു ബ്രീഡിംഗ് കേജിലേക്ക്. ഇവിടെ വൈറ്റിരിക്കാൻ എന്ത് വൈബാണ് ഗൈസ്. മണി പ്ലാന്റ് ഉണ്ട്.